എല്ലാവർക്കും ലെക്കോസ് ലൈഫ് സ്റ്റൈലിൽ സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ടൈറ്റാനിക് എക്സിബിഷൻ പാലക്കാട്, ദാറ്റ് ഇസ് പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന എക്സിബിഷൻ്റെ വിശേഷങ്ങളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഈവനിങ് ഔട്ടിങ്, എസ്പെഷ്യലി ഈ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാനും അതിലിപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കിയിട്ട് വരാം. സോ എൻട്രി ടിക്കറ്റ് വന്നിട്ട് പെർ പേഴ്സണ് 80 റുപ്പീസാണ്. കിഡ്സിനും അങ്ങനെയൊന്നും ഡിസ്കൗണ്ട് ഒന്നുമില്ല, എല്ലാവർക്കും 80 റുപ്പീസാണ്. ആൻഡ് അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ടൈറ്റാനിക്കിനെ പോലെ തന്നെ ടൈറ്റാനിക്കിൻ്റെ അകത്തുള്ള ഡെക്കും, പിന്നെ അവൻ്റെ കുറേ ഫോട്ടോസ്, കാസ്റ്റിംഗ് ഫോട്ടോസ്, പിന്നെ അങ്ങനെ കുറേ പിക്ചേഴ്സും, പിന്നെ സ്റ്റാച്യു ലൈക്ക് ബോട്ട്സൊക്കെ ഉണ്ടാവും. നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അവൻ്റെ ദാറ്റ് ഈസ് മെയിനായിട്ട് ആ ലിവിങ് പ്ലേസിൽ, ദാറ്റ് ഈസ് ആ ഏരിയ, അതൊക്കെ ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അവർ. ആൻഡ് നമുക്ക് കുറേ പിക്ചേഴ്സും അങ്ങനെ തന്നെ മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്നത്, എല്ലാവരും ക്ലിക്ക് ചെയ്യാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പിക്ചേഴ്സും ഇതൊക്കെ എടുത്തിട്ട് ജാക്കിൻ്റെ ഒപ്പൊക്കെ ഞാനും എടുത്തു കുറച്ച് പിക്ചേഴ്സ്. ആൻഡ് ഇതാണ് അവൻ്റെ ഹോൾ ഏരിയ. എൻ്റെ ആ മറ്റേ ലൈറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓൾമോസ്റ്റ് സിമിലറായിട്ട് എടുത്തിട്ടുണ്ട്. കുറേ വുഡൻ വർക്കിൻ്റെ പിക്ചേഴ്സൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ടൈറ്റാനിക് ക്രൂസിൽ പോയ പോലെ ഉണ്ടാവും. ആൻഡ് അത്യാവശ്യം തിരക്കൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പോയത് കുറച്ച് 6 o'clock ബിഫോറാണ് കേട്ടോ, ബിക്കോസ് അത്ര റഷ് ഉണ്ടാവില്ല. ആൻഡ് നമ്മളിങ്ങനെ കുറേ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ കുറേ റൂംസ് കാണാം, പിന്നെ കുറേ പിക്ചേഴ്സ്. ദെൻ അതിൻ്റെ ടൈറ്റാനിക്കിൻ്റെ ചെറിയ മെമ്മറീസ് ഉണ്ടല്ലോ, ആ പിക്ചേഴ്സ്, ആ ഫിലിമിലുണ്ടായിരുന്ന അതേപോലെ തന്നെ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ക്രിസ്മസിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള തിങ്ങും. പിന്നെ ലാസ്റ്റ് ടൈറ്റാനിക് പൊട്ടിത്തകരുന്ന പിക്ചറായിരുന്നു. എൻ്റെ ഈശ്വര, ഇത് കാണുമ്പോൾ മനസ്സങ്ങോട്ട് അലിഞ്ഞു പോവും. സോ അവൻ്റെ ഒരു മോഡലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു മോഡലാണ്. പിന്നെ അത് നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ക്രിയേച്ചറിങ്, ദാറ്റ് ഈസ് ആ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ഇങ്ങനെ സ്റ്റോൾസ് വരും നോർമലി കിഡ്സിന്, പിന്നെ ബാംഗിൾസും കുറച്ച് ഫാൻസി ഐറ്റംസ് അങ്ങനെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറേ അഗ്രികൾച്ചറൽ പ്ലാന്റിങ്ങും, പിന്നെ കുറച്ച് ഐസ്ക്രീംസ്, ഫുഡ് സ്റ്റോൾസ് പോലെ ചെറിയ ഐസ്ക്രീംസും പോപ്കോൺസ്. ആൻഡ് ഞാൻ കഴിച്ചത് ക്യാൻഡി ആൻഡ് കോട്ടൺ ക്യാൻഡിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലോട്ട് കിടക്കുമ്പോൾ ആസ് യൂഷ്വൽ പോയ ആൾക്കാർക്ക് അറിയാം, ഇതേപോലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ട്രെയിൻസ്, ജയൻറ്റ് വീലിൽ കയറണോ വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം കയറി മതിയതാണ്. പിന്നെ ഒരു സ്കാരി ഹൗസ് ഉണ്ടായിരുന്നു, പിന്നെ അതിലോട്ടും ഞങ്ങൾ കയറിയില്ല. ആൻഡ് കുറേ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് നല്ലതായിട്ട് കയറി, എല്ലാ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ടിക്കറ്റ്സാണ്. ഞാൻ കയറിയത് മറ്റേ സ്വിങ് ഉണ്ടല്ലോ, അതിൽ കയറി വലിയ കാര്യത്തിൽ ഇരുന്നിട്ടുണ്ട്. ഇനി പോകുമ്പോൾ അറിയാം. പക്ഷേ എനിക്കങ്ങനെ വലുതായിട്ടൊന്നും പേടി തോന്നിയില്ല, ഞങ്ങൾ എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒത്തിരി നമ്മൾ അങ്ങനെ ദാറ്റ് ഈസ് ഇങ്ങനെ തലകുത്തി നിന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ കൂളായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ ഫുൾ വ്യൂ ഒക്കെ കാണാം നമുക്ക് അവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങി, ഇതെന്താ നിൽക്കാത്തേ, ഇറങ്ങി ഞങ്ങൾ ജയൻവീലിൻ്റെ താഴെ വരെ പോയി. കാരണം കഴിഞ്ഞ പ്രാവശ്യം കയറിയതോടെ ഇത് മതിയായി പോവും, നമുക്ക് ദാറ്റ് ഈസ് തല കറങ്ങിപ്പോകുന്ന അവസ്ഥയായതുകൊണ്ട് വേണ്ട വെച്ചു. പിന്നെ അത് മറ്റവരൊക്കെ ഒച്ച വയ്ക്കുന്ന എൻജോയ് ചെയ്ത് ഞങ്ങൾ പോകുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ നിങ്ങൾക്കും വേണമെങ്കിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുക്കൂ, പോകൂ. ഹാപ്പി വെക്കേഷൻസ്, ബൈ ബൈ, ടേക്ക് കെയർ.